ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടല്ലേ വന്നത്? എന്താ കാര്യം? അമ്മ, എനിക്കൊരു സഹായം ചെയ്യണം. എന്താടാ? അമ്മ, എനിക്ക് കുറച്ച് സ്വർണം തരാന്ന് പറഞ്ഞായിരുന്നു. എനിക്കൊരു ബിസിനസ് തുടങ്ങണമായിരുന്നു. ഓർമ്മയുണ്ട്. നിന്റെ മീറ്റിംഗ് കഴിഞ്ഞോ? ചേച്ചി കാര്യം പറ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? ഞാൻ ദേ വരുന്നു. വണ്ടി തിരിച്ചു വിടാ. ശരി സാർ. ദേവി, ഭഗവതി, എന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും മിസ്സിങ്ങാ. എല്ലാം അറിയുന്ന നീ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ച് തരണേ ദേവി. അവിവേകമൊന്നും കാട്ടാതെ അവർക്ക് നിർബുദ്ധി തോന്നിക്കണേ ദേവി. അമ്മേ, ദേവി, ഇഷ്ടവരദായിനി, എന്റെ മകൾ വർഷ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഒരു നിശ്ചയമില്ലല്ലോ ദേവി. അവൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. അന്ധകാരത്തിൽ നിന്നും എന്റെ കുഞ്ഞിനെ വെളിച്ചത്തിലേക്ക് നയിക്കണേ. എന്റെ ജീവൻ എടുക്കുന്നതിന് മുൻപ് ആ ആഗ്രഹം സഫലമാക്കണേ ദേവി.
മോനെ നീ എപ്പ എത്തിയടാ? അമ്മ നിന്നെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. സുഖാനോടാ നിനക്ക്? ഇതൊക്കെ എടുത്ത് കഴിക്കാനുള്ള സാധനം അടുക്കളയിലെങ്കിൽ എനിക്കുണ്ടല്ലോ അമ്മേ. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? ഇവിടെ ആരെങ്കിലും നിനക്ക് അടുക്കള വിലക്കിയിട്ടുണ്ടോ? പക്ഷേ വീട്ടിലേക്ക് വരുന്ന വിളക്കാൻ ആളുണ്ടല്ലോ. ഹോളിൽ തന്നെ ആളുണ്ടായിരുന്നു. ജഗൻ ഈ വീട്ടിലേക്ക് കയറുമെന്ന് വിലക്കാനായിട്ട്. ആളിനെയൊക്കെ മനസ്സിലായി. ഈ വീട്ടിലേക്ക് ഒരു കാരണവുമില്ലാതെ ക്ഷണിക്കപ്പെടാതെ കടന്നു വന്ന മാരണമാണ് നാത്തൂൻ എന്ന ആ സ്ത്രീ. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന പോലെ കൂട്ടിന് മൂത്ത മരുമകളായ ദുഷ്ടബുദ്ധിയുണ്ട്, വിദ്യ. അവര് രണ്ടുപേരും കൂടി ചേർന്ന് ഇന്നും ഈ വീട്ടില് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാത്തൂൻ എന്ന സ്ത്രീ വന്നതിന് ശേഷം വിദ്യ അങ്ങ് ആളാകെ മാറിപ്പോയി. അറിയാം അമ്മേ, അവർ ഈ വീടിന്റെ അസ്ഥിവാരം വരെ തോണ്ടിയിട്ട് പോവൂ. പറ്റുമെങ്കിൽ അച്ഛനെ ഒരു മുഴു ഭ്രാന്തനാക്കി മാറ്റും. വന്ദന തന്നയച്ച സ്ത്രീധന പണം കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് എന്റെ അപ്പച്ചിയുടെ വക ഒരു കൂരമ്പ് എനിക്ക് നേരെ തൊടുക്കുകയുണ്ടായി. നീ അതൊന്നും കാര്യമാക്കണ്ട. അല്ല, നീ എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടല്ലേ വന്നത്? എന്താ കാര്യം? അമ്മ എനിക്കൊരു സഹായം ചെയ്യണം. എന്താടാ? അമ്മ എനിക്ക് കുറച്ച് സ്വർണം തരാന്ന് പറഞ്ഞായിരുന്നു. എനിക്കൊരു ബിസിനസ് തുടങ്ങണമായിരുന്നു. ഓർമ്മയുണ്ട്. അതെപ്പോ വേണമെങ്കിലും ആ സ്വർണം നിനക്ക് തന്നേക്കാം. എന്റെ മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുക അമ്മേ. വന്ദനയോട് തോന്നിയൊരു തെറ്റിദ്ധാരണ കൊണ്ട് അച്ഛൻ ആ വഴികളെല്ലാം അടച്ചിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ. അതിനുള്ള പണം അമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടുന്ന പണത്തിൽ നിന്ന് കണ്ടെത്താന്നാ വിചാരിക്കുന്നത്. വളരെ നല്ല കാര്യം. മാനത്തെ കൊട്ടാരം